മസനഗുഡി വഴി ഊട്ടി എന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടി വരുന്നവർ ആ ഒരു കാര്യം കൂടി ഓർത്തിട്ട് വേണം ചാടി പുറപ്പെടാനായിട്ട്. അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ഈ നട്ടപാരാത്രിക്ക് ഈ പട്ടിക്കാട്ടില് പോസ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. കുടുങ്ങി ഗൈസ്. അളിയ കാട്ടാനല്ലേ അളിയത്? ആന അതെ അവിടെ നിപ്പുണ്ടല്ലേ. എടീ വണ്ടിയുടെ പുറകെ പിടിച്ച് പോയ പൊക്കോ വേണേ, റൈറ്റ് സൈഡ് പിടിച്ച് പൊക്കോട്ടോ. എന്റെ അമ്മോ എന്തോരാനകളോ ഗൈസ്. കാട്ടാന ഇത് പിടിയാനാട്ടോ, പിടിയാനയുടെ കുഞ്ഞു. ഒരു മയിലല്ലേ വട്ടം ചാടിയത്? അത് കാട്ടാനല്ല ഗൈസ്, നാട്ടാനാണ്. അവിടെ ഞാനുണ്ട് നാട്ടാനാണ് കാലം ചെക്കലിട്ടേക്കണായിട്ടില്ലേ. നമ്മൾ പലരുടെയും വീഡിയോസിൽ കണ്ടിട്ടുള്ള ആ ഒരു ബ്രിഡ്ജ്, ആ ഒരു പാലം, അതിതാണ് ഗൈസ്. അയ്യോ ഈ പാലത്തിൽ ബസ് വരുമ്പോൾ കയറ്റാൻ പാടില്ല എന്നുള്ള റൂൾ ഉണ്ടായിരുന്നോ? എന്റെ അമ്മ കാട്ടുപോകത്തില്ല. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കും പിടിച്ച് നല്ല രീതിയിൽ ഗട്ടർ റോഡ് പിടിച്ച് വന്നിട്ടോ. ആ ഒരു മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കിടില റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില മേളിൽ മൈലേജ് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാട്ടോ പറ്റിയേ? ഹലോ മച്ചമ്പീസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയാണ്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഊട്ടിക്കാണ് ഗൈസ്. അതും മസനഗുഡി വഴി ഊട്ടിക്കാണ് നമ്മളിന്ന് പോകാനായിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല ദൂരം ഉണ്ട്. ഏകദേശം ഈ ഒരു മൂവാറ്റുപുഴയിൽ നിന്ന് 7 മണിക്കൂറോളം നോൺ സ്റ്റോപ്പ് ട്രാവലിംഗ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. ഞാൻ തന്നെയല്ല പോകുന്നത്, രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ വരാനുണ്ട്. സോ ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമയം കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ 5:45 ആയിട്ടുണ്ട്. 5 മണിക്ക് റെഡി ആയിട്ട് ഇപ്പം എത്തുമെന്ന് പറഞ്ഞ ടീമുകൾ എന്തായാലും കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടുപേരും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തു തരാം. ഇവനാണ് വിഷ്ണു, ഇതാണ് സിബില, ദ സോളോ റൈഡർ. എന്തായാലും സാരമില്ല, രണ്ടുപേരും 1:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവർ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരുപാട് ദൂരം വണ്ടി ഓടിച്ച് വന്നതിൻ്റെ ക്ഷീണം മാറ്റാനൊക്കെ ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു പമ്പിൽ 10 മിനിറ്റ് നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് കയറിയതാണ്. കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഗൈസ് എൻ്റെ ജാക്കറ്റ് എങ്ങനെയുണ്ട്? പുതിയ ജാക്കറ്റാണ്. ഒരു ഹെൽമെറ്റ് കൂടി മേടിച്ചിട്ടുണ്ട്, അത് നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. നമ്മൾ മാത്രം സെറ്റായി പോരല്ലോ, വണ്ടിയുടെ എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് റെഡി ആയതിനു ശേഷം ഞങ്ങൾ നൈസായിട്ട് ഇവിടെ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും നേരെ ഇവിടെ നിന്ന് തൃശ്ശൂർ, പിന്നെ ഇവിടെ നിന്ന് മസനഗുഡി വഴി ഊട്ടി. ലഗേജൊക്കെ ഒന്ന് ഒന്നുകൂടി ടൈറ്റാക്കി കെട്ടിയിട്ട് പോവാം അല്ലേ? എടാ വാ നേരം വെളുക്കുന്നതിന് മുമ്പ് വന്നാ ഇവിടെ നേരം കൊളുത്തിട്ടുണ്ട്. ഗൈസ് നിങ്ങളത് ശ്രദ്ധിച്ചോ? ബൈക്കിന്റെ മീറ്റർ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. പലരും വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു, എന്താണ് മീറ്ററിന് പറ്റിയത്, മീറ്റർ അടിച്ച് പോയോ, എന്താ റെഡിയാക്കാത്ത? നിങ്ങളുടെ ആരുടെയും മീറ്റർ അടിച്ച് പോയി കിടപ്പുണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്തത്. ഞാൻ അവരുടെ കോൺടാക്ട് ഐഡിയും അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടോ. നമ്മൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. സമയം 6:40 ആയിട്ടുണ്ട്. എന്തുവാണത്? പിറ്റാച്ചിയുടെ തുമ്പിക്കായ എന്റെ നെഞ്ചത്തിരുന്നേ. രാവിലെ സിഗ്നലൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. പെരുമ്പാവൂർ സിഗ്നലാണ്. അങ്ങനെ ഞങ്ങൾ കാലടി പാലത്തിലെത്തിയിട്ടുണ്ട്. ഈ കാലടി പാലത്തിനെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത്യാവശ്യം നല്ല കിടിലൻ ബ്ലോക്കൊക്കെ ഉള്ളൊരു കിടിലൻ പാലമാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ പാലത്തിന്റെ വീതി കുറവാട്ടോ, അതുകൊണ്ടാണ് ഇത്രയും വലിയ ബ്ലോക്ക് വരുന്നത്. അത് മാത്രമല്ല പാലം ഫുള്ള് ഗട്ടറും കൂടിയാണ്. ഏതായാലും ഒരു പുതിയ പാലം ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പണിയങ്ങ് തുടങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് എന്ന് അവസാനിക്കുന്നൊന്നും അറിയത്തില്ല. അതുവരത്തേക്കും ഈ ഒരു ബ്ലോക്കൊക്കെ സഹിച്ച് ഈ റോട്ടിൽ കൂടെ പോകേണ്ട വരും. കാറിനൊക്കെ വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. ബൈക്കിനൊക്കെ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ കുത്തിക്കയറ്റിക്കൊണ്ടായാലും പോവാം. അപ്പോൾ നമ്മളങ്ങനെ അങ്കമാലി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ റൈറ്റ് ആണ്, ചാലക്കുടി കൂടി വേണം പോകാനായിട്ട്. സമയം 7 മണി ആയിട്ടുണ്ട്. നേരമൊക്കെ വെളുത്തോട്ടോ ശരിക്കും. പക്ഷെ എൻ്റെ മോനെ ഈ കാണുന്ന ജനം മൊത്തം ഭായിമാരാട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കേരളം ഇപ്പോൾ അടക്കി ഭരിക്കുന്നത് ഭായിമാരാണല്ലോ. ഇതിനകത്ത് വേറൊരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദ വേയിലിന് ഫുഡ് കഴിക്കണം. സത്യത്തിൽ നമ്മൾ അങ്കമാലി തന്നെ അല്ലേ. ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും പുറം ഇതേ കോട കയറി കിടക്കുന്നതാണ്. നല്ല തീപ്പൊരു ക്ലൈമറ്റ് ആട്ടോ. ഏതായാലും കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അമ്മാതിരി രീതിയിൽ വെയിലൊക്കെ തെളിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. വെയിൽ തെളിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം ജാക്കറ്റ് ആയിട്ട് കുത്തി കയറ്റിയാണ് പോകുന്നത്. തെർമൽ ലൈനർ കൂടി വലിച്ചു കയറ്റിയിട്ടാണ് പോകുന്നേക്കുന്നത്. ഓൺ ദ വേയിൽ എവിടെയെങ്കിലും വെച്ച് ഊരി മാറ്റി വെക്കണം. പട്ടികൾ തമ്മിൽ കടി കൂടി കലാപം ഉണ്ടാക്കുന്നു. ആ സാരങ്ങാനം വന്നിപ്പോ വട്ടം ചാടിയായിരുന്നെങ്കിൽ മോന്തയടിച്ച് വീടാനെ. ഇവിടെ എന്തോ റോഡ് കൂടി നടക്കോട്ടോ. അതുകൊണ്ട് റോഡൊക്കെ ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടേക്കാണ്. അയ്യോ മഴയൊക്കെ പെയ്തിട്ട് റോഡൊക്കെ ചുമ്മാ ചെളി പിടിച്ച് കിടക്കുക കേട്ടോ. കഷ്ടപ്പെട്ട് ഇന്നലെ രാത്രിയിൽ കുത്തിയിരുന്ന് വണ്ടി കഴുകിയതാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും വണ്ടിയുടെ കോലമൊക്കെ ഒരു തീരുമാനമാവാൻ ചാൻസ് ഉണ്ട്. ഗൈസ് ഞാൻ മാത്രം കുടുങ്ങി ഗൈസ്. സിഗ്നലിൽ പെട്ടുപോയി. അവർ ജസ്റ്റ് മിസ്സിന് കയറി അങ്ങ് പോയി. ഞാൻ കറക്റ്റ് റെഡിലൂടെ ലോക്കായി. കാര്യം പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അങ്ങ് പോവാറുന്നു. റെഡ് ഇട്ട സമയത്ത് റോഡിലൊരു വണ്ടി പോലും ഉണ്ടായിരുന്നില്ല. എന്തോ പെട്ടെന്ന് മനസ്സ് പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ലോക്കായി. അവരെന്നിട്ടങ്ങ് പോയിട്ടോ. കുറേ പോയിട്ടുണ്ടാവും. നമ്മുടെ സിഗ്നൽ വീണിട്ടുണ്ട്. ആ മനസ്സ് ഞാൻ കാണാതെ പോകരുത്. രണ്ടുപേരും കൂടി എനിക്ക് വേണ്ടി വെയിറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നു. സമയം 7:19 ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 65 കിലോമീറ്റർ വീട്ടിൽ നിന്ന് ഓടി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരട്ടി എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ടോളിലോട്ട് എത്തിയിട്ടുണ്ടോ. ഏകദേശം 88 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സമയം 7:50 ആയിട്ടുണ്ട്. കാറൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഈ ഒരു ടോള് കട്ട് ചെയ്ത് പോകാനായിട്ടുള്ള റൂട്ടൊക്കെ വേറെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 190 കിലോമീറ്റർ ഉണ്ട്. 5.5 മണിക്കൂർ ട്രാവൽ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഓൺ ദ വേയിൽ ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. സോ നല്ലൊരു ഹോട്ടലൊക്കെ തപ്പി കണ്ടുപിടിക്കാം. മാപ്പിൽ ഓടാണല്ലോ. ഒറ്റ സെക്കൻഡ്.
അങ്ങോട്ടേക്ക് ഇറങ്ങിക്കോ, ഇദ്ദേഹം പിടിച്ചോളാം, അങ്ങോട്ടും അറിയൊന്നുമില്ല. അപ്പോൾ ഫുഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് അധികം ലേറ്റ് ആയി പോയിട്ടോ. സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. നൈസായിട്ട് പെട്ടോന്നൊരു സംശയം, കാരണം ബ്ലോക്കാണ് മോനെ, ഒടുക്കത്തെ ബ്ലോക്ക്. അവർ ഈ ഏരിയയിലൊന്നും ഇല്ല കേട്ടോ, ഒരുപാട് പുറകിലായി പോയെന്ന് തോന്നുന്നു. ഇതിലൂടെ പോകണ്ടേ, ഈ റൂട്ട് ലെറ്റ്സ് ഗോ ഗുയ്സ്. ഗൂഗിൾ മാപ്പിനോടുള്ള മാത്രം വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ എവിടെയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഒരുമാതിരി നമ്മുടെ നാട്ടിൻപുറത്തെ റോഡില്ലേ, ആ ഒരു രീതിയിലുള്ള റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 10 മണി ആയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്, 155 കിലോമീറ്റർ പോകാനുണ്ട്. എന്റെ മോനെ, ഇതെന്തോടെ ഇത് പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, കുറേ നേരമായിട്ട് നമുക്ക് ഈ നെൽപ്പാടത്തിന്റെ നടുവിലൂടെ തന്നെ ആട്ടോ വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ മോനെ സീനാട്ടോ, രക്ഷയില്ലാത്ത കിടിലൻ പ്ലേസ്. എന്നാടാ ഭയങ്കരമായിട്ട് ലാഗാവുന്നുണ്ട് കേട്ടോ. മടുത്തോ? അത്യാവശ്യം ദൂരമുണ്ട്. ഇന്ന് 4 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട്. ഊട്ടിയിലേക്കല്ല, മസനഗുഡി വരെ. അവിടെ നിന്ന് ഊട്ടിയിലോട്ട് വേറെ. നമ്മൾ 2:45 ആകുമ്പോഴത്തേക്ക് ഒരു ഏകദേശം മസനഗുഡി ചെല്ലും, നിർത്താണ്ട് പോയാ. എടാ മസനഗുഡി നിന്ന് ഊട്ടിക്ക് എന്തൊരു ദൂരം ഉണ്ടെന്ന് ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കി. പക്ഷെ നമ്മളിങ്ങനെ സ്ലോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓടിയെത്തില്ല, രാത്രിയാവും ഇങ്ങനെ പോയാ. നമ്മളിപ്പോ എങ്ങനെ നോക്കിയാലും എന്തേ 4.5 മണിക്കൂറാ മസനഗുഡി വരെ. 2:45 നമ്മൾ മസനഗുഡി ചെല്ലും. മസനഗുഡി നിന്ന് ഊട്ടിക്ക് 1 മണിക്കൂർ ഊട്ടിക്കോ, 3:45, 4 മണി, 5 മണി, 6 മണി ആവും ചെല്ലുമ്പോ. അതിന്റെ ഇടയിൽ ലിഫ്റ്റിക്കണോ തോന്നിയാ മനസ്സുണ്ടല്ലോ. പലതും തോന്നും, കണ്ണു വെച്ച് തുളയിടിപ്പിക്കണോട്ടാ തെണ്ടി. അത് കേരളാണ്. എന്നാ ചൂടാടോ, 10 മിനിറ്റ് ഇവിടെ നിന്നത്തേക്കും കരിഞ്ഞു പോണ ചൂടായാലോ. വായോ പട്ടാമ്പി പാലത്തിലെത്തിയിട്ടുണ്ട്. സമയം ഇപ്പം 10:30 ആയിട്ടുണ്ട്. ഏകദേശം 141 കിലോമീറ്റർ ഓടിയിട്ടുമുണ്ട്. നല്ല വെയിലാട്ടോ, ഒരു രക്ഷയില്ല. പാലക്കാടിന്റെ ചൂടെന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. ഇനിയും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പോകാനുണ്ട് കേട്ടോ. ഏകദേശം 4.25 മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ട്. വെള്ളമൊക്കെ ശരിക്കും കലങ്ങിയാട്ടോ കിടക്കുന്നത്. നല്ല മഴയൊക്കെ ആണെന്ന് തോന്നണമെന്നില്ല. ട്രാഫിക്കിന് ഒരു അന്ത്യമില്ല കേട്ടോ, ഒടുക്കത്തെ ട്രാഫിക്. അവളെ ഒരു ആവേശത്തിൽ അങ്ങ് കയറ്റി വിടുകയും ചെയ്തു. അവളുടെ കയ്യിലാണെങ്കിൽ ഗൂഗിൾ മാപ്പും ഇല്ല, ലൊക്കേഷനും ഇല്ല, ഒന്നുമില്ല. എവിടെയെങ്കിലും വഴി തെറ്റി കയറി പോയിട്ടിരുന്നാൽ മതിയായിരുന്നു. ഈ ട്രാഫിക്കിന്റെ ഇടയിൽ വഴിയെങ്ങാനും തെറ്റി മാറി കയറി കഴിഞ്ഞാൽ തീർന്നെന്ന് കൂട്ടിയാൽ മതി. ആളെ തപ്പി കണ്ടുപിടിക്കണേ കുറച്ച് ടാസ്ക് വിടും. എന്റെ മോനെ, വൈദ്യുസ് കൊല കയറി. നമ്മൾ ഇതുവരെ വന്നതിൽ ഇപ്പോൾ ഇത്ര ബ്ലോക്ക് കിട്ടിയ സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ഈ ഏരിയയിലാട്ടോ. പട്ടാമ്പിയാണ് സ്ഥലം. ഡാ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ്. പാലക്കാടിന്റെ വെയിൽ എന്തോ പ്രത്യേക ചൂടാട്ടോ. പുല്ല് കത്തിക്കരിഞ്ഞു പോകാലോ. ഇപ്പൊ ശരീരത്തിൽ വെള്ളം മൊത്തം പറ്റിയെന്ന് തോന്നുന്നു. കുറച്ച് തണലൊക്കെ ഉള്ള റോഡ് കിട്ടുവാണെങ്കിൽ ഒരു സമാധാനമായിട്ട് പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിർത്തി വെള്ളമൊക്കെ കുടിച്ച് പോകുന്നതായിരിക്കും ബെറ്റർ. കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. ലേറ്റ് ആവണം നോക്കിക്കൊണ്ട് സ്പീഡിൽ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങി പോവുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. വെള്ളം എല്ലാം കുടിക്കാൻ നിർത്തണോ? എടാ വെള്ളം എല്ലാം കുടിക്കാൻ നിർത്തണോ? ഉറക്കം വരണ്ടോ? അവൾക്ക് ഉറക്കം വരണ്ടെന്ന് എനിക്ക് തോന്നണേ. അതെ, ഫുൾ ടാങ്ക് പെട്രോൾ തന്നെ ഉണ്ട്. ആ ചെരിച്ചപ്പോൾ ഒരു കേട്ടോ പറഞ്ഞതാ. ഫുൾ ടാങ്ക് പെട്രോൾ 145 കിലോമീറ്റർ ഞാൻ വണ്ടി എടുത്തിട്ട്. ആ ഒരു കരിമ്പൻ ജ്യൂസം കടിച്ചു കഴിഞ്ഞപ്പോൾ പകുതി സമാധാനമായി. ഇനി 120 കിലോമീറ്റർ പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം. 120 അല്ലാട്ടോ, സത്യത്തിൽ 140 സംതിങ് കിലോമീറ്റർ പോകാനുണ്ട്. 120 ഞാൻ പറഞ്ഞത് മസനഗുഡി വരെ മാത്രമായിട്ടുള്ള ദൂരം കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഊട്ടിയിലായിട്ടാണ് പോകാനുള്ളത്. നമ്മുടെ റൂമിലായിട്ട് ഏകദേശം മസനഗുഡിയിൽ നിന്ന് ഒരു 20-26 കിലോമീറ്റർ കൂടി വരുന്നുണ്ട്. വെയിലിനൊന്നും ഒരു കുറവില്ല കേട്ടോ. ഉച്ച സമയമൊന്നും ആയിട്ടില്ല, 11 മണി കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പോഴും പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തന്നെ കേട്ടോ. ആ കരിമ്പൻ ജ്യൂസിന്റെ ചെറിയൊരു എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ കണ്ടീഷൻ അത്രയ്ക്കൊന്നും ഓക്കെ അല്ല കേട്ടോ. ജെറ്റ് ഇട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ റോഡ് പോയി കിടപ്പുണ്ട്. സോ നമുക്ക് ആ ഒരു സ്പീഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളങ്ങനെ പെരിന്തൽമണ്ണയിൽ എത്തിയിട്ടുണ്ട്. സമയം 11:41 ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഏകദേശം 166 കിലോമീറ്ററും ആയിട്ടുണ്ട്. ഇനിയും കിടക്കുകയാണ് ദൂരം. അയ്യോ, ഇതുപോലെ റോഡ് പണിതിടുമ്പോഴാണ് ടാസ്ക്. കണ്ടോ, ഒരു സൈഡിൽ വലിയ കട്ടിങ്ങും ഒരു സൈഡിൽ താന്നും കിടക്കുന്നത്. സിഗ്നലാടാ മോനെ. എടാ എന്നാ വെയിലാ, കരിഞ്ഞു പോകുന്നു തോന്നുന്നു. ചൂട് കാരണം എൻ്റെ ഈ കൈ കറുത്തും ഈ കൈ വെളുത്തുമായിരിക്കും ഇരിക്കണേ അവിടെ ചെല്ലുമ്പോ. റോഡിന്റെ അവസ്ഥ ഈ ഒരു അവസ്ഥയിലാട്ടോ. ശോകമാണോ എന്ന് ചോദിച്ചാൽ എക്സ്ട്രീം ലെവൽ ശോകമാണ്. എന്തായാലും നമ്മൾ തിരിച്ച് തമിഴ്നാട്, കോയമ്പത്തൂർ, പാലക്കാട് കൂടിയാണ് വരുന്നത്. സോ അതുകൊണ്ട് ഇത്രയും ടാസ്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഞാനാണെങ്കിൽ മാക്സിമം സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 17-16 പോകുന്നത്. ഈ റോഡിൽ ഒരുപാട് സ്പീഡിൽ ഓടിക്കാനും പറ്റത്തില്ല. ചിലപ്പോൾ തെന്നിയടിച്ച് വീഴുകയും ചെയ്യും. ബൈക്കിന് പോണവർക്കല്ലേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ചെളി അടിച്ച് കയറിയിട്ടുണ്ട് വണ്ടി നിറച്ച്. അതേ പോണ വണ്ടിയാന്ന് തോന്നണം നനച്ചുകൊണ്ടിരിക്കുന്നത്. അതെ ചേട്ടനാ. പുള്ളിനെ ഓവർടേക്ക് ചെയ്ത് കയറി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെടാം. എന്തായാലും ഇനി കുഴപ്പമില്ല. എൻ്റെ മോനെ ബാഗൊക്കെ കെട്ടിയതെന്ന് ചെരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും കേട്ടോ.
അവരും എത്തിയിട്ടില്ല കേട്ടോ. റോഡിൻ്റെ അവസ്ഥ ഇത്തിരി ശോകം. ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടത് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. വണ്ടിയൊക്കെ നിറച്ച് അഴുക്കായിട്ടോ. വരുന്നുണ്ട്. ഇത്രയും ദൂരം ഓടിയിട്ട് ഒരു തണൽ കണ്ടത് ഇപ്പോഴാ. അപ്പം നിന്നെ നെഞ്ചത്തിരുതാനെ. എന്താ റൈഡർ ഇങ്ങനെ ചൂടാവണേ? അടക്ക് റൈഡർ നീ. ഓ ഇത് നല്ല സുഖമുണ്ടല്ലോ. ഞാനിത് കൊണ്ടൊക്കെ പോക്കോട്ടെ, നീ എന്നെ വണ്ടി എടുത്തോണ്ട് വന്നോളൂ. എൻ്റെ മോനെ നട്ടുച്ച സമയമായി ഗൈസ്. നമുക്കിനി 2.5 മണിക്കൂറും കൂടി പോകാനായിട്ടുണ്ട്. മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. എന്തായാലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ എവിടെയെങ്കിലും നിർത്തി കഴിച്ചിട്ട് പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആയി പോകും. നമ്മളിനി അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഹോട്ടലൊന്നും കിട്ടിയില്ലെങ്കിലും പെട്ടുപോകും. ബൈക്ക് ഓടിച്ച് മനുഷ്യൻ്റെ ഇടപാട് തീർന്നു കേട്ടോ. എന്നാട്ടാ പറ്റിയേ? ആ കടയിലായിട്ട് എടുത്ത് തല ഇറങ്ങി പോയതാന്ന് തോന്നുന്നു. എന്നാട്ടാ തല ഇറങ്ങണ്ടോ? ശരിക്കും എന്നെ പിടിച്ചോ, ശരിക്കും പിടിച്ചോ. നമുക്ക് ആ കടയുടെ തിണ്ണലായിട്ട് എടുത്ത ആളെ. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ചേട്ടൻ പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. നടക്കാൻ പറ്റണല്ലേ? ഞാൻ പേടിച്ചു പോയി. അങ്ങോട്ട് വളച്ചപ്പോൾ കാല് ചവിട്ടി കിട്ടിയില്ലടി, മറിഞ്ഞാടി. നോക്കി ഓടിക്കട്ടോ. ഞങ്ങളിവിടെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പുള്ളി അങ്ങോട്ടേക്ക് വളച്ചാട്ടോ. നൈസായിട്ട് മറിഞ്ഞാടി. ഒന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു. ഈശ്വര, മലയ്ക്കകത്ത് കയറുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണേലും നല്ല കിടിലം ഫുഡ് സ്പോട്ടിലാണ് കൊണ്ട് വണ്ടി നിർത്തിയത്. നന്നായിട്ട് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു. ഇനി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചങ്ക് ഫ്രണ്ട് ഉണ്ട്, ദിയ ഹെന്ന. അവരുടെ വീട്ടിലേട്ടാണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഇവിടെ വീട് വരുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് കയറി പോകുന്നതാണ്. ഇവിടെ എവിടെയോ ആണ് വീട്. നിൽക്കണം അവിടെ പട്ടി പണിയിലാട്ടോ ദിയ. ബോസ് നീ പണിയൊക്കെ എടുക്കുമോ? ആ വ്ളോഗിൽ വരുത്താൻ എന്നാ പറ അങ്ങനെ കേട്ടോ. ഓ നിങ്ങൾക്ക് ഇറങ്ങാൻ പോണേന് കുഴപ്പമില്ല, നമ്മൾ ഇറങ്ങാൻ പോകുമ്പോൾ ഭ്രാന്തല്ലേ. നേരെ മെയിൻ റോഡിൽ ചെന്നാടോ, മാസനഗുടി വഴി. ഓക്കെ, എന്തായാലും സമയം കളല്ല. ബൈ. പോയേക്കോട്ടോ. ഇല്ല, അടുത്ത തവണ വരുമ്പോൾ കയറാൻ എന്തായാലും. അതിനായിട്ട് ഞാൻ ഒരു ദിവസം വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചോളൂ, മജ്ലിസിൽ കയറി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വന്നോളൂ. ഉമ്മ പോയേക്കോട്ടോ. ഇനി ഇവിടെ നിന്ന് കറക്റ്റ് 2.5 മണിക്കൂറോട് കാണിക്കുന്നുണ്ട് നമ്മുടെ റൂമിലേക്ക്. ഇവിടെ നിന്ന് 2 റൂട്ട് വരുന്നുണ്ട്. ഒന്ന് മസനഗുടി വഴി ഊട്ടിയിലോട്ടും, രണ്ടാമത് പറഞ്ഞ ഊട്ടി റോഡ് എന്ന് പറഞ്ഞ റോഡും കൂടി ഉണ്ട്. ഊട്ടി റോഡിൽ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മസനഗുടി റോഡിലാണെങ്കിൽ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ടാവും. നമ്മളെന്തായാലും തണുപ്പിലോട്ട് തന്നെയല്ലേ പോകുന്നത്. തണുപ്പടിച്ച് പോകണ്ട, നല്ല കാഴ്ചയൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് പോവാം. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുവരെ നമ്മൾ വന്നുകൊണ്ടിരുന്ന റോഡൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ 100 ഇരട്ടി ഭേദം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കാണിക്കാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. മനസ്സ് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്ന റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ മിസ്റ്റേക്കാണോ അതോ റോഡ് മൊത്തത്തിൽ അങ്ങനെയാണോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ വന്നത് എന്തായാലും നല്ല അടാറ് ദുരന്തം പിടിച്ച റോഡിൽ കൂടെ ആയിരുന്നു. വണ്ടിയുടെ ഇടപാട് തീർന്നിട്ടുണ്ടാവും മിക്കവാറും. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മസനഗുടി വഴി നേരെ ഊട്ടി നമ്മൾ എടുത്തേക്കുന്ന റൂമിലേക്ക് പോകുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടാസ്ക് പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റായി പോകും. സോ ഇന്ന് ചെന്ന് ഇന്നത്തെ യാത്രയുടെ ക്ഷീണം മൊത്തം നമുക്ക് കിടന്നുറങ്ങി തീർക്കണം. അതിനുശേഷം വേണം നാളെ പറ്റുന്ന പോലെ തന്നെ കിന്നക്കോര റൂട്ടിലൊക്കെ ഒന്ന് ബൈക്ക് ഓടിച്ച് അത്യാവശ്യം ഊട്ടിയിൽ കാണേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നാളെയും കൂടി അവിടെ സ്റ്റേ അടിച്ചിട്ട് തിങ്കളാഴ്ച രാവിലെ തിരിക്കാന്നുള്ളൊരു മൈൻഡിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും ഇതിനും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നിലമ്പൂർ ഗൂഡല്ലൂർ റൂട്ടിലാണ്. ഇനിയുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ട് ഇത് കൂടെ പോകാനായിട്ട്. ഇത്രയും ദൂരം നമ്മൾ നല്ല മെനകെട്ട വൃത്തികെട്ട റോട്ടിൽ കൂടെ വന്നിട്ട് ഇപ്പൊ ഈ റോട്ടിൽ കൂടെ പോകാനായിട്ടുണ്ടല്ലോ വേറെ ഒരു വൈബാണ്. മൊത്തം മറ്റേ ഇല്ലിക്കാടോ കേട്ടോ അപ്പുറം ഇപ്പുറമായിട്ട്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. വെയില് അതിന്റെ ഇടയിൽ കൂടെ എവിടെ നിന്നൊക്കെയോ അടിക്കുന്നുണ്ട്, പക്ഷെ ഒരു പ്രസക്തി ഇല്ല, വെയിലിന്റെ ചൂടൊന്നും ഇല്ല. റോഡ് ഇതുപോലെ അടിപൊളിയായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. റോഡ് ഓക്കെ ആവുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. റോഡ് ഓക്കെ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സും വെറുത്തും റൈഡൊക്കെ വെറുത്തു. റോഡ് നല്ലതാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. എത്ര ദൂരം വേണമെങ്കിലും നമുക്കങ്ങനെ സിമ്പിളായിട്ട് ഇരുന്നങ്ങ് കൊടുത്താൽ മതി, അങ്ങ് പൊക്കോളും. നമുക്കിനി ഏകദേശം ഇവിടെ നിന്ന് 2-2.5 മണിക്കൂർ ട്രാവൽ കിടക്കുന്നുണ്ട്. വെൽക്കം ടു തമിഴ്നാട്. ഊട്ടി 69 കിലോമീറ്റർ. ഹാ.
നൈസായിട്ട് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ഫോണൊന്ന് ബാക്ക് അടിച്ചു, അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് റേഞ്ച് ഇല്ലാതെ കാണണേ. ഇപ്പൊ നമ്മുടെ മാപ്പ് ഫുള്ളായിട്ട് ഓഫായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു കട്ട റേഞ്ച് കിട്ടുവാണെങ്കിൽ അവിടെ വെച്ചിട്ട് വേണം ലോഡ് ചെയ്യാനായിട്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഐസ്ക്രീം കഴിക്കാനൊക്കെ ആയിട്ട് നിർത്തിയതാട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള റോഡിന്റെ അവസ്ഥ ഇതാണ്. തമിഴ്നാട്ടിലോട്ട് കയറിയിട്ടോ നമ്മളെന്തായാലും. അയ്യോ ഒടുക്കത്തെ ബ്ലോക്കാണല്ലോ മോനെ, പണി പാടി. നൈസായിട്ടൊരു ചെറിയ കിടലും ബ്ലോക്ക്, കുറെ പൈപ്പൊക്കെ ആയിട്ട് വരുന്നൊരു പണ്ടിലോറി നൈസായിട്ട് ബ്ലോക്കായി കിടക്കുകയാണ്. അതിന്റെ പുറകിൽ ഒരു KSRTC കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും ഇതിന്റെ ഇടയിൽ ഇപ്പോൾ കുത്തിക്കയറ്റാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 8ന്റെ പണി ഇട്ടിട്ട് ഓഫ് ആയിട്ട് ഇവിടെ ഇരിക്കേണ്ടി വരും. ക്ഷമയോടെ ഇരിക്കുക, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് നൈസായിട്ട് പുറകെ പോകുന്നതായിരിക്കും ബെറ്റർ. എന്റെ മോനെ, ഞാൻ വിചാരിച്ചു ചുമ്മാ PVC പൈപ്പ് ആയിരിക്കുന്നു. ഇത് സ്റ്റീലിന്റെ പൈപ്പാട്ടോ. ഒടുക്കത്തെ വെയിറ്റ് ആണെന്ന് തോന്നുന്നു. വണ്ടിയുടെ ടയറൊക്കെ ചുമ്മാ പ്ലങ്ങി പിഞ്ഞിരിക്കുന്നത്. പോട്ടെ പോട്ടെ പോട്ടെ, ചെറുതായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അതിനനുസരിച്ച് പയ്യെ പയ്യെ അങ്ങോട്ട് ബാക്കി പിടിച്ചങ്ങ് പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇതുപോലെയുള്ള വെല്ലുവണ്ടികളുടെ നടുക്കായി കൂടെ പോയി കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗട്ടർ സെന്ററിൽ കൂടെ കട്ട് ചെയ്ത് വിടും. നമ്മളായിരിക്കും കറക്റ്റാ കുഴി ചെന്ന് ചാടണേ. സമയം 4:20 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സിഗ്നൽ എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ജിയോയ്ക്ക് ഉണ്ടാവും. ഞാനിപ്പോ മാപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ VIയുടെ സിമ്മാണ്. അതിനകത്ത് 2G ആണ് കാണിക്കുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ലോഡ് ആവണോ ഇല്ല. ഒരു വിധത്തിൽ ഞാനിങ്ങനെ മാപ്പ് തപ്പിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്കിനി ഏകദേശം 1.5 മണിക്കൂർ ട്രാവലും കൂടി ഉണ്ട്. അപ്പോൾ 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് റൂമിൽ കയറി ചെല്ലും. ഇവിടെ കോടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനൊക്കെ ആയിട്ട്. ഇപ്പൊ എന്തായാലും നമ്മൾ വൈകുന്നേരം ടൈമിലാണ് വന്നിരിക്കുന്നത്. സമയം 4:47 ആയിട്ടുണ്ട്. ചുറ്റും പുറം നല്ല തണൽ മരങ്ങളും അതുപോലെ തേയിലത്തോട്ടങ്ങളും പിന്നെ വരുന്ന വഴിക്ക് ഇതുപോലെ കരിക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അന്യായ തണുപ്പാട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. എവിടെയൊക്കെയോ ഇങ്ങനെ കളർഫുൾ ആയിട്ട് മാത്രം വെയിൽ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. റോഡിലായിട്ട് വെയിൽ പതിച്ചിട്ടില്ല. നമ്മൾ ഇതുവരെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല. സമയം 5:20 ആയിട്ടുണ്ട്. എത്ര മണിവരെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. കാരണം പലരും പല സമയം പറഞ്ഞു. ഒരാൾ പറഞ്ഞു 24 അവർ നമുക്ക് കടന്നു പോകാന്ന്, ഒരാൾ പറഞ്ഞു 9 മണി വരെ കടന്നു പോകാന്ന്, ഒരാൾ പറഞ്ഞു 5 മണി ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുന്നു. അപ്പൊ അതെന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ നമ്മളെ കടത്തി വിട്ടില്ലെങ്കിൽ കരഞ്ഞ് കാല് പിടിച്ചിട്ടായാലും കയറി പോയേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ഊട്ടിയിൽ റൂം ബുക്ക് ചെയ്തേക്കാണ്. അവരെടുത്ത് നമ്മൾ ആദ്യം ഉച്ചയ്ക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു 2 മണിക്ക് ശേഷം വരത്തുള്ളൂ എന്ന് പറഞ്ഞു. സമയം ഇപ്പോഴും 5:30 ആയിട്ടുണ്ട്. എന്തായാലും നമ്മളവിടെ ചെല്ലുമ്പോൾ 7 മണി കഴിയും 100% ഉറപ്പാണ്. ഈ ഒരു സ്പീഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ. ഫുൾ ടാങ്ക് ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ 596 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഏകദേശം വണ്ടി ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 271 കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് ഇത്രയും രൂപയുടെ പെട്രോളാണ് ആവശ്യം വന്നത്. വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടെന്നൊരു ധൈര്യമുണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലെത്തും. റോഡിൽ ഇമാതിരി പണി ഒപ്പിച്ച് വെച്ചാണ് ഏറ്റവും വലിയ വിഷയം. കൂടുപാട് ഹമ്പ്. വെൽക്കം മുതുമലൈ ടൈഗർ റിസർവ്, വെൽക്കംസ് യു. ഇവിടെ വണ്ടി നിർത്തണ്ടായിരിക്കില്ലേ? നിർത്തണം വണ്ടി. അപ്പോൾ വണ്ടി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇവിടെ. അവർ വിട്ടടിച്ച് പോയെന്ന് തോന്നുന്നു അല്ലേ? ഇനിയാണ് മോനെ കാഴ്ചകള്. നമ്മൾ ഇത്ര നേരം വന്നുകൊണ്ടിരുന്ന വീട്ടൊരു ഫോറസ്റ്റ് അല്ല കേട്ടോ. ഇത് വേറൊരു ടൈപ്പ് ഫോറസ്റ്റ് ആണ്. മരങ്ങളൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളതെന്ന് തോന്നുന്നു. കണ്ടാൽ തന്നെ അറിയാൻ കണ്ടില്ലേ കിളവന്മാരെ പോലെ ഇരിക്കുന്നത്. റോഡും അതിമാരകമാട്ടോ. അവരങ്ങ് ജെറ്റിട്ട് പോയി. എന്റെ മോനെ പറത്തി വിടും ആൾക്കാരൊക്കെ. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടോ നമുക്കിനി പോകാനായിട്ട്. 40 മിനിറ്റാണ് മസനഗുഡി വരെ നമുക്ക് കാണിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് നേരെ ഊട്ടി എത്തണം. നോ പാർക്കിങ്ങിന്റെ മുമ്പിൽ കൊണ്ടേ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നു. എപ്പോഴാ എന്തായാലും റോഡിന്റെ 4 സൈഡും നോക്കി പോവാ. എന്തെങ്കിലുമൊക്കെ സംഭവത്തിന് സ്പോട്ട് ചെയ്യും. നമ്മള് വരുന്ന വഴിക്ക് കുറെ പുള്ളിമാനുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ വണ്ടി നിർത്തിയില്ല. എല്ലാവരും മുമ്പിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും ശാന്തവും സമാധാനവും ഒക്കെ ആയിട്ട് ഈ ഒരു ഫോറസ്റ്റ് വൈബൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പയ്യെ അങ്ങ് പോകാന്ന് വിചാരിച്ചു. സമയം 5:30 ആയിട്ടുള്ളൂ. നമ്മൾ എന്തായാലും റൂമിൽ ചെല്ലുമ്പോൾ 7-7:30 ആവും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്തായാലും ശരിക്കും ലേറ്റ് ആയി. റോഡിന്റെ കണ്ടീഷനൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നിന്നില്ല. നല്ല ട്രാഫിക് ആയിരുന്നു. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി ഒരിക്കലും ഇന്ന സമയത്ത് എത്തും എന്നൊരിക്കലും പ്രിഡിക്ട് ചെയ്യരുത്. അതുപോലെ തന്നെ ഗൂഗിൾ അമ്മച്ചിനെ എപ്പോഴും കണ്ടുമുട്ടി വിശ്വസിക്കുകയും ചെയ്യരുത്. കാരണം ഞങ്ങൾ വന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അലമ്പ് ശോകം വഴിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് വണ്ടി അങ്ങ് ഓടിച്ചെത്താനായിട്ട് നല്ല ടാസ്ക് ആയിരുന്നു. ഇപ്പോൾ 268 കിലോമീറ്റർ ആയി നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട്. ഒരു തവണയും കൂടി നമ്മൾ പെട്രോൾ അടിച്ചു. ഏകദേശം 500 സംതിങ് രൂപയുടെ പെട്രോളും കൂടി അടിച്ചിട്ടുണ്ട്. ആവറേജ് മൈലേജ് നോക്കി കഴിഞ്ഞാൽ 50 കിലോമീറ്റർ മിനിമം ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഒരു കുറവില്ല. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കും പിടിച്ച് നല്ല രീതിയിൽ ഗട്ടർ റോഡ് പിടിച്ച് വന്നിട്ടോ. ആ ഒരു മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കിടില റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 60 മേളിൽ മൈലേജ് പോകാൻ ചാൻസ് ഉണ്ട്. എടാ നീ എന്റെ മുത്തടാ, ഒന്നും പറയാനില്ല കേട്ടോ. ആ ഒരു കാര്യത്തിൽ ചെക്ക പുലിയാണ്. എനിക്ക് ആകെ ഇഷ്ടമല്ലാത്ത ഒറ്റ കാര്യം ഇതാണ് ഈ ഹമ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞാൻ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവിടെ ഓവർ സ്പീഡ് ഒരു സീനായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വട്ടം ചാടുവാണെന്നുണ്ടെങ്കിൽ ഈ ഓവർ സ്പീഡ് കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനും ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒരു സേഫ്റ്റി എന്നുള്ളൊരു ഭാഗമായിട്ടാണ് ആ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷെ ഈ ഒരു പരിപാടി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന ബ്ലാഡി ഫുൾ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഈ റോഡ് കണ്ട ആർക്കായാലും ഒന്ന് പറപ്പിക്കാനൊക്കെ തോന്നും കേട്ടോ. കാരണം നല്ല കിടില റോഡാണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ സൂര്യരശ്മികൾ മറ്റേ വരച്ചിലയിലൊക്കെ അടിച്ചിട്ട് ഗോൾഡൻ കളറിൽ തിളങ്ങി നിൽക്കി നോക്കിയേ. നമ്മളെന്തായാലും കറക്റ്റ് സമയത്താട്ടോ ഈ
ഒരു ഫോറസ്റ്റിലൂടെ എൻ്റർ ആയ ഉച്ച സമയത്ത് കൂടെ വന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഉച്ചയൊക്കെ വെയിലൊക്കെ ആയേനെ. പക്ഷെ ഇത് കറക്റ്റ് ഈവനിങ് ടൈം, സൺസെറ്റ് ടൈം. ആ ഒരു ടൈമിൽ ഇവിടുത്തെ ഒരു കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഇവിടെ മരങ്ങളുടെ ചില്ലകളിലൊക്കെ കാണാൻ പറ്റുന്നത്. സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ട് സീനാണ് പോലെ സീൻ. കാട്ടുപോത്തുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാട്ടുപോത്ത് അല്ലെങ്കിലും ഊട്ടി സൈഡിലൊക്കെ ന്യായമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് റോഡ് സൈഡിലൊക്കെ നോക്കി ഇഷ്ടം പോലെ കാണാൻ പറ്റും. നമ്മൾ എന്തായാലും ഊട്ടിയിൽ ചെന്നിട്ട് നാളെ കിന്നക്കോര റൂട്ടിൽ ഒരു ചെറിയ റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു റോഡിൽ ഇഷ്ടം പോലെ കാട്ടുപോത്തുകളെ കാണാൻ പറ്റും കേട്ടോ. പുലിയൊന്നും വന്ന് വട്ടം ചാടാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഗൈസ് ഒരു കാട്ടാനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് കൊമ്പാടാ ഇതിന്റെ, വേറെ അങ്ങോട്ട് കയറ്റി എടുത്തടാ. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. കാട്ടാന തന്നെയല്ലേ? അല്ല അല്ലേ, എടാ നാട്ടാനെയാണോ? അത് കാട്ടാനയല്ല ഗൈസ്, നാട്ടാനെയാണ്. അവിടെ ഞാനുണ്ട്. ഇവിടെ നാട്ടാനാണ്, കാലം ചെക്കലിട്ടേടായിട്ടില്ലേ. ആൾക്കാരൊക്കെ ഇപ്പൊ നിർത്തും കേട്ടോ. നമ്മള് പൊട്ടന്മാരോ. എടാ ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ലാത്ത കേട്ടോ. വാ വാ, ഇവിടെ നിർത്തണ്ട, നിർത്തി പിടിച്ചു കഴിഞ്ഞാൽ പണി വേളും. ഗൈസ് ഇത് നാട്ടാനാണ്. അവിടെ ഒരു നാട്ടാന ഇപ്പൊ ഉണ്ട്. കാട്ടാനയാന്ന് തെറ്റിദ്ധരിച്ച് നാട്ടാനെ സൂം ചെയ്ത് ഫോട്ടോ എടുക്കുന്നു. എപ്പോഴാ ഗൈസ് നിങ്ങൾ തൊട്ടടുത്ത് കാട്ടാനെ കണ്ടിട്ടുണ്ടോ? ഗൈസ് കാട്ടാന, ഇത് പിടിയാന കേട്ടോ. പിടിയാനയുടെ കുഞ്ഞും. ഇത്ര തൊട്ടടുത്തൊക്കെ കാട്ടാനെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഫുൾ നൈസ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇവിടെ എനിക്ക് തോന്നണത് ഈ ആളുകളൊക്കെ കണ്ട് പേടിയൊന്നും ഇല്ലാണ്ടായി അങ്ങനെ അക്രമശക്തികളൊന്നും അല്ലാത്തൊരു ആനകളാണെന്ന് തോന്നുന്നു. നൈസായിട്ട് രാത്രിയായി തുടങ്ങിയോ എന്നൊരു സംശയം. കാരണം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം ഈ ഒരു റോഡ് നമ്മൾ മിസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ. ഇവിടെ നമുക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ പല കാര്യങ്ങളും കാണാൻ പറ്റത്തില്ല. ഓ ഒരു മയിലല്ലേ വട്ടം ചാടിയത്? ഞാൻ ഈ റോഡ് അടിപൊളിയാന്ന് എപ്പ പറയണോ അപ്പ തുടങ്ങും കട്ടർ റോഡ്. എന്തവസ്ഥയാടാ എന്റെ നാക്ക്. പിന്നെ കുറച്ചു നേരത്തേക്ക് മിണ്ടായിരിക്കും, അതായിരിക്കും നല്ലത്. ഓ മുക്കിന് ഹമ്പുണ്ടാക്കി വെച്ചേക്കുക. ഊട്ടിക്ക് ഇവിടെ നിന്ന് 38 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇനി ടു ലോങ്. നമ്മളിനി 38 കിലോമീറ്റർ രാത്രിയിൽ വണ്ടി ഓടിക്കേണ്ടി വരും, ഇരട്ടത്ത് വണ്ടി ഓടിക്കേണ്ടി വരും. ഇതാണ് ഗൈസ് ആ റൂട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് തിരിയുന്നത്. മൈസൂര് റൂട്ട്. നമ്മളിപ്പോൾ 277 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 6:05 ശരിക്കും ഇരുട്ടി തുടങ്ങി കേട്ടോ. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇരുട്ടും. നമ്മൾ പലരുടെയും വീഡിയോസിൽ കണ്ടിട്ടുള്ള ആ ഒരു ബ്രിഡ്ജ്, ആ ഒരു പാലം, അതിതാണ് ഗൈസ്. അയ്യോ ഈ പാലത്തിൽ ബസ് വരുമ്പോൾ കയറ്റാൻ പാടില്ല എന്നുള്ള റൂൾ ഉണ്ടായിരുന്നോ? അപ്പോൾ എന്തായാലും താഴെ പോയേനെ ഞാൻ. നമ്മൾ ഈ ഒരു റൂട്ടിൽ രാത്രിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരുടെയും വ്ളോഗിൽ ഈ ഒരു റൂട്ട് വെളുപ്പിനെയാണ് പോകുന്നത്. നമ്മളൊരു എക്സ്ട്രാ ലൈറ്റ് വണ്ടിയിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡീപ്പ് ഫോറസ്റ്റിൽ നൈറ്റ് വരേണ്ട വരും എന്നുള്ളൊരു തോന്നലിൽ അങ്ങോട്ട് എടുത്ത് പിടിപ്പിച്ചാട്ടോ. കാരണം നമ്മുടെ MTയുടെ ആ ഒരു നോർമൽ ലൈറ്റ് വെച്ചിട്ട് ഒരുപാട് ഡീപ്പായിട്ടുള്ള രാത്രിയിൽ ശരിക്കും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് പിടിപ്പിച്ചാണ്. കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞ ഒരു ഏരിയ മൊത്തം കാണാം കേട്ടോ. ഇതിന്റെ വെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അത് ഞാൻ പറയുന്നില്ല, അത് കാണിച്ചു തരാം. ഒന്ന് ഇരുട്ടാവട്ടെ. നോർമൽ ലൈറ്റും ഈ ഒരു ലൈറ്റും കൂടി തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. എൻ്റെ അമ്മ കാട്ടുപോത്ത്. രാത്രിയാണ്, ക്യാമറയിൽ ഇത് എത്രത്തോളം കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ റോഡ് സൈഡിൽ കാട്ടുപോത്തൊക്കെ നിൽക്കുന്നുണ്ട്. കുടുങ്ങി ഗൈസ്. അളിയ കാട്ടാനല്ലേ അളിയത്? ആന കണ്ടില്ല? ഒന്നുമില്ല, പേടിക്കണ്ട. റോഡ് ക്രോസ് ചെയ്യുന്ന സെന്റർ പിടിച്ചോ. എടാ എന്ത് പറ്റിയടാ? എടാ അത് അവിടെ നിപ്പുണ്ടല്ലേ. എടാ ഈ വണ്ടിയുടെ പുറകെ പിടിച്ച് പോയാൽ പൊക്കോ വേണേ. എടാ പൊക്കോ റൈറ്റ് സൈഡ് പിടിച്ച് പൊക്കോട്ടോ. എൻ്റെ അമ്മോ എന്തോരം ആനകളോ. റോഡ് നിറച്ച ആന കേട്ടോ. എൻ്റെ അളിയാ ആനക്കൂട്ടം. റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിന്നാർന്നട്ടോ. രാത്രിയിൽ നല്ല സീനാണ്. റോഡ് നിറച്ച ആന കേട്ടോ. ആന, മാന്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. രാത്രി റോട്ടിൽ കൂടെ പോകണ ഒരു അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞ ഒരു നൈസ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ വണ്ടികളുള്ളത് ഒരു കണക്കിന് ഗുണം കേട്ടോ. അല്ല നമ്മൾ തന്നെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടുപോകും. പേടിച്ചിട്ട് ക്രോസ് ചെയ്യാൻ വരെ ചിലപ്പോൾ ധൈര്യം ഉണ്ടാവില്ല. കാരണം 1-2 ആനയല്ല, ഒരു 5-8 ആനയൊക്കെയാണ് റോട്ടിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഏതോ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പൊ കാണുമ്പോ ഭയങ്കര കൂരാക്കൂരി ഇരുട്ട്, നട്ട പാരാത്രി എന്ന് വിചാരിക്കും. പക്ഷെ സമയം 6:30 പോലും ആയിട്ടില്ല കേട്ടോ. 6:19 ആയിട്ടുള്ളൂ. ഫുള്ള് ഇരുട്ടായിട്ടോ. നമ്മൾ ആ ഫോറസ്റ്റിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ മസനഗുഡി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ നിന്ന് റോഡ് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ഊട്ടി 29 കിലോമീറ്റർ. സമയം 6:20 ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 283 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇതാട്ടോ കറക്റ്റ് മസനഗുഡി സിറ്റി. ഇതുപോലെ വണ്ടികൾ വന്നു കഴിഞ്ഞാലാണ് പെട്ടുപോകണം. ഇവരെന്നെ തെറി പറയും 100%. കാരണം ഞാൻ ഇട്ടേക്കണ ലൈറ്റ് ഇത്തിരി പവർഫുൾ ആണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടം തീരെയില്ലാണ്ടായി പോവുകയും ചെയ്യും. ഈ ഏരിയയിൽ കാണുന്ന വെട്ടം മൊത്തം എൻ്റെ വെട്ടമാണ്. അല്ലെങ്കിൽ കണ്ടോ ഓഫായില്ലേ.
എന്തിനാടാ ഇമാതിരി ഹമ്പ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്? ഓരോ 15 സെക്കൻഡില് ഹമ്പുകളാണ്. അയ്യോ, ടു ക്ലോസ്. ഇനി ഞാൻ ആ സത്യം വെളിപ്പെടുത്താൻ ഗൈസ്. നമ്മൾ വിചാരിക്കും മസനഗുഡി വഴിയുള്ള ഊട്ടിയിലോട്ടുള്ള യാത്ര, ആഹാ അന്തസ്, അടിപൊളി, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് പലരും വ്ലോഗ് ഇട്ടിട്ടുണ്ട്. പക്ഷെ കൊച്ചിയിൽ നിന്ന് മസനഗുഡിക്ക് എത്താൻ വേണ്ടിയിട്ട് പെടുന്ന ഒരു കഷ്ടപ്പാട്, എന്റെ അളിയ, അതൊരു 1.5 കഷ്ടപ്പാട് തന്നെയാട്ടോ. കാരണം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പല സ്ഥലങ്ങളിലും റോഡില്ല, ഒടുക്കത്തെ ബ്ലോക്കും ട്രാഫിക്കും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫോറസ്റ്റ് റോഡിലോട്ട് എൻ്റർ ആകുമ്പോഴത്തേക്കും ഈവനിങ് ടൈം ആകും. നമ്മൾ രാവിലെ പുറപ്പെട്ടതാണ്. ഒരു നോർമലായിട്ട് വരുമ്പോൾ ഉള്ള റൈഡിന്റെ കാര്യം ടൈം പറഞ്ഞാൽ, അല്ലാണ്ട് അത്യാവശ്യം സ്പീഡായിട്ടൊക്കെ ഓടിച്ചു പോണവർ ചിലപ്പോൾ അതിന് മുമ്പ് കയറി പോകും. പക്ഷെ നമ്മളെ പോലെ ശാന്തവും സമാധാനമായിട്ട് ഒരു 40-50 ആ ഒരു സ്പീഡ് റേഞ്ചിൽ മാക്സിമം നിർത്തേണ്ട സ്ഥലത്തൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ച് ശാന്തവും സമാധാനമായിട്ട് വരുന്നവര് ഉറപ്പായിട്ടും ഞങ്ങളെക്കാളും ലേറ്റ് ആവും. ഞങ്ങൾ അത്രയും പോലും നിന്നിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ഈ ഒരു സമയമായപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ, അത്രയും വൃത്തികെട്ട റോഡാണ്. ഞാൻ പറഞ്ഞില്ലേ 285 കിലോമീറ്റർ ഇതുവരെ ആയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടതാ. രാവിലെ ഒരു 5 മണി 6 മണി കൂട്ടിക്കോ, 6 മണി കൂടെ 7 മണി കൂട്ടിക്കോ, 7 മണിക്ക് പുറപ്പെട്ടതാണെങ്കിൽ ഞങ്ങൾ ഈ 6:30 സമയത്ത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ നിർത്തി, ചായ കുടിക്കാൻ നിർത്തി, വെള്ളം കുടിക്കാൻ നിർത്തി, അങ്ങനെ ചെറുതായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സമയം എടുത്തു നമ്മൾ ഇവിടെ എത്താനായിട്ട്. നമുക്ക് അവിടെ നിന്ന് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റൂട്ട് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടാണ്. പക്ഷെ നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലോട്ട് പോവാം എന്നുള്ളൊരു മൈൻഡിൽ മാത്രം ഇറങ്ങി പുറപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസനഗുഡിയിൽ നിന്ന് തിരിച്ച് ഈ ഒരു റൂട്ടിൽ തിരിച്ച് കേരള രജിസ്ട്രേഷൻ വണ്ടികൾ വിടുന്നില്ല എന്ന് കേട്ടു. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പലരും പറയണ കേട്ടോണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ റിട്ടേൺ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു റൂട്ട് അങ്ങോട്ട് പോയിട്ട് മറ്റേ റൂട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച്. ഞങ്ങളെങ്ങാനും അബദ്ധം പറ്റി ആ റൂട്ടിൽ അങ്ങോട്ട് പോയിട്ട് ഈ റൂട്ടിൽ ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഡെഡ് ബോഡി എടുക്കേണ്ട വന്നേനെ. കാരണം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തേനെ, നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അത്രയും വൃത്തികെട്ട റോഡ്, പറഞ്ഞു തീർന്നില്ല ആനക്കുഴി. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഈ റൂട്ടൊന്നും കുഴപ്പമില്ല. ഞാൻ നമ്മുടെ കേരളത്തിലെ റോഡിലെ കാര്യമായിട്ട് പറഞ്ഞത്. തമിഴ്നാട്ടിലോട്ട് കയറിയതിന് ശേഷം വലിയ കലാപമൊന്നുമില്ല. പക്ഷെ കേരളത്തിൽ നമ്മൾ ഓടിച്ച് അവിടം വരെ എത്തുക, തമിഴ്നാട് ബോർഡർ വരെ എത്തുക എന്നുള്ള ഒരു ടാസ്ക് ഉണ്ടല്ലോ, അത് വേറെ വ്ളോഗേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് ഉറപ്പിച്ച് പറയാം. അപ്പോൾ നിങ്ങൾ മസനഗുഡി വഴി ഊട്ടി എന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടി വരുന്നവർ ആ ഒരു കാര്യം കൂടി ഓർത്തിട്ട് വേണം ചാടി പുറപ്പെടാനായിട്ട്. അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ഈ നട്ടപാരാത്രിക്ക് ഈ പട്ടിക്കാട്ടില് പോസ്റ്റായി പോകാൻ ചാൻസ്. അങ്ങനെ 7 മണി 7:15 ആയതോടെ ഞങ്ങൾ കറക്റ്റ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. ഞങ്ങൾ നേരെ റൂമിൽ കയറി വരുന്ന വഴിക്കാൻ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിൽ വന്ന് സെറ്റായ ടൈമിൽ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു. വീഡിയോസ് കുറച്ച് കോപ്പി ചെയ്യാനുള്ളതെല്ലാം കോപ്പി ചെയ്തിട്ട് നേരെ കയറി കിടന്നുറങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ ഡേയുടെ ക്ഷീണം ഞങ്ങൾക്കുണ്ട്. സോ എന്തായാലും കിടന്നുറങ്ങുക, നാളെ രാവിലെ എണീറ്റ് കിന്നക്കോര പോകാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉള്ളൂ. പക്ഷെ ഇന്നത്തോടെ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നില്ല. നാളെ നമ്മൾ ഊട്ടിയിൽ അത്യാവശ്യം കറങ്ങി കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ടിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.